Hello, hi, namaste, namaskaram. ഇന്ന് പഞ്ചാബികളുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് അമ്മ തയ്യാറാക്കുന്നത് ആലു പറാഠ. ഇത് ഏതൊരു മലയാളിക്കും ഏറെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്നാൽ ഇത് തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പരത്തിയെടുക്കുമ്പോൾ ഉള്ളിലുള്ള പൊട്ടറ്റോ സ്റ്റഫിംഗ് പുറത്തേക്ക് പൊട്ടി വരുന്നു എന്നുള്ളത്. എനിക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ അമ്മയുടെ ഈ ഒരു രീതി ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആൻഡ് സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാഠ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാനില്ല, നമുക്ക് അമ്മയുടെ ചൂട് ആലു പറാഠയും കുക്കുംബർ റൈത്തയും കണ്ടിട്ട് മടങ്ങി വരാം. ഇതിനായിട്ട് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് മാവൊന്ന് കുഴച്ചെടുക്കണം. ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് പുറത്ത് പുരട്ടി കൊടുക്കാം. ഇതിനെ ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് അടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 20 മിനിറ്റ് മതിയാകും. കുഴയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് ഒത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഒരു ചപ്പാത്തിയുടെ ഒരു പരുവത്തിലൊക്കെ കുഴച്ചാൽ മതിയാകും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആലു പൊറാട്ടയ്ക്കുള്ള റൈത്ത ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യുക്കുംബർ റൈത്തയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു പകുതി സാലഡ് ക്യുക്കുംബർ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അധികം പുളിയില്ലാത്ത ഹോം മെയ്ഡ് യോഗേർട്ടാണിത്. നേരത്തെ തന്നെ ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി കാണാത്തവർ കണ്ടു നോക്കണം. ഐ ബട്ടണിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. ഇതിപ്പോൾ ഒരു 1/2 കപ്പുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈത്തയാണിത് കേട്ടോ. ആലു പറാഠയുടെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനുമാണ് കേട്ടോ. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 4 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മാഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എങ്ങനെ ചെയ്താലും കട്ടയില്ലാതെ എടുക്കണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം ഒട്ടും തന്നെ അതിനകത്ത് കട്ടയുണ്ടാവില്ല. അതല്ലെങ്കിൽ നല്ല മാഷർ ഉപയോഗിച്ച് മാഷ് ചെയ്താലും മതി. ഇപ്പം ഞാൻ മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. 5 പച്ചമുളക് വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം. 4 അല്ലി വെളുത്തുള്ളി വളരെ ഫൈനായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, അതും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ആംചൂർ പൗഡറാണ്. പുളിക്കായിട്ട് ഇതാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. എങ്കിലും ഈ ഒരു ആംചൂർ പൗഡർ ചേർക്കുമ്പം ഒരു പ്രത്യേക നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ തന്നെ ഈ ഫില്ലിങ്ങിന് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഉള്ളിയൊന്നും ഞാൻ ഈ ഫില്ലിങ് ചേർക്കുന്നില്ല കേട്ടോ. ഉള്ളി ചേർക്കാതെ ചെയ്യുമ്പോഴാണ് ഫില്ലിങ്ങിന് കുറച്ചും കൂടി സ്വാദായിട്ട് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ എല്ലാ ഫില്ലിങ്ങിൽ നമ്മൾ ഉള്ളി ചേർക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. ഫില്ലിങ് പുറത്തേക്ക് പൊട്ടി വരാനും ചാൻസ് കൂടുതലാണ്. ഇനി ഈ ഒരു ഫില്ലിങ് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനി നമുക്കൊന്ന് ഈക്വൽ ബോൾസാക്കി മാറ്റാം. ഒട്ടും തന്നെ ക്രാക്കില്ലാതെ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഒരു 4 ഈക്വൽ ബോൾസും ഒരു ചെറിയ ബോളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഓരോ ബോളും നമുക്ക് പൊടിയിൽ മുക്കി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം അതിലോട്ട് ഫില്ലിംഗ് ഒന്ന് നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് ഇതുപോലെ ബാക്കി എക്സസ് മാവുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് ഫില്ലിംഗ് ഒക്കെ ഒന്ന് ഈവണായിട്ട് ഉള്ളിൽ സ്പ്രെഡ് ആക്കണം. വീണ്ടും പൊടിയിലൊന്ന് മുക്കി പരത്തിയെടുക്കാം. ഒന്ന് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി അധികം ബലം കൊടുക്കാതെ റോളിംഗ് പിൻ കൊണ്ട് സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. തീരെ തിന്നായിട്ടല്ല താനും, എന്നാൽ കൂടുതൽ അങ്ങ് തിക്കാകാനും പാടില്ല. ചപ്പാത്തിയിലും കുറച്ചും കൂടി കട്ടി വേണം. ഫില്ലിംഗ് ഒക്കെ ഫുള്ളായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഫില്ലിങ് പുറത്തേക്കായിട്ടില്ല, കണ്ടില്ലേ?
കാരണം ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രധാന പ്രശ്നമാണ് ഫില്ലിങ് പൊട്ടി പുറത്തേക്ക് വരുമെന്നുള്ളത്. ഇതാ കണ്ടില്ലേ, ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വളരെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. പരത്തിയ ഉടനെ തന്നെ ചുട്ടെടുക്കുകയും വേണം കേട്ടോ. മുഴുവനായി പരത്തിയ ശേഷം ആലു പൊറോട്ട ചുട്ടെടുക്കാമെന്ന് കരുതല്ലേ. കാരണം ഫില്ലിങ്ങൊക്കെ സോഗിയായി പൊട്ടി പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനിപ്പം വീഡിയോയിൽ നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ടാണ് 2 എണ്ണം ഒരുമിച്ച് പരത്തിയത്. ഇതായിരിക്കണം അതിൻ്റെ ഒരു തിക്നെസ്സും. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് വെക്കാം. ഇതിനെ നമുക്ക് ചുട്ടെടുക്കാം. ചെറുതായി കുമിള വന്നു കഴിഞ്ഞാൽ മറിച്ചിടാം. നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കാം. ആലു പൊറോട്ടയ്ക്കൊക്കെ സ്വാദ് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് തന്നെ വേണം. മറിച്ചിടാം. കണ്ടില്ലേ, നന്നായി പൊങ്ങി വരും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി രണ്ടാമതൊരു മെത്തേഡിൽ പരത്തുന്നത് ഞാൻ കാണിക്കാം. ഒരു ബോൾ എടുത്ത ശേഷം ഇതുപോലെ ഒരു ഡിപ്രഷൻ ഒന്നുണ്ടാക്കുക, നമ്മുടെ മോദകമൊക്കെ ചെയ്യുന്ന പോലെ. അതിനുശേഷം ഉള്ളിലേക്ക് ഫില്ലിങ് വെക്കാം. ഫില്ലിങ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് മുകൾ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് എക്സസ് മാവങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത ശേഷം പഴയതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ആലു പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ, എങ്കിലേ അത്രേ സ്വാദ് കിട്ടുകയുള്ളൂ. നമ്മുടെ റൈത്ത ഒന്ന് സെർവ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പച്ചമുളക് കൂടി ഞാൻ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1-2 ഹോളിട്ട ശേഷം വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പച്ചമുളക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഫില്ലിംഗ് ഒക്കെ ഫുള്ളായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ എന്തായാലും ഒരു പീസ് ഒന്ന് ചൂടോടുകൂടി കഴിക്കട്ടെ. ഇതിലേക്കൊരു പച്ചമുളക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത ശേഷം ഫ്രഷ് ആയിട്ടുള്ള ക്യൂക്കമ്പർ റൈത്തയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ അങ്ങ് കഴിക്കണം. പറയാൻ വാക്കുകളില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റി. റൈത്ത സൂപ്പർ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഫില്ലിങ്ങും വളരെ ടേസ്റ്റിയാണ്. ആ പച്ചമുളകിൻ്റെ എരിവും പറയാൻ വാക്കുകളില്ല കേട്ടോ. പച്ചമുളക് ചേർത്ത് തന്നെ വേണം നിങ്ങളിത് കഴിക്കാൻ, എങ്കിലേ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരു പീസ് ബട്ടറും കൂടി പുറത്തായിട്ട് വെക്കാം. എന്തായാലും ഈ ഒരു രീതിയിൽ ആലു പൊറോട്ടയും ക്യൂക്കമ്പർ റൈത്തയും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വളരെ നല്ലൊരു കോമ്പിനേഷനാണിത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ആദ്യ വീഡിയോ തൊട്ട് നിങ്ങൾ തരുന്ന ലൈക്സ്, കമൻറ്റ്സ്, ക്രിറ്റിസിസംസ് എല്ലാം ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു റെസിപ്പിയുമായി വരും വരെ നന്ദി. ഗുഡ് ബൈ.